ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പൊങ്കൽ ദിവസം എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെറിയച്ഛനെ ഓട്ട 3/4 ഇട്ടിട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ രവിയേട്ടൻ ചോദിക്കുകയാണ്, അല്ല പൊങ്കൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? പിന്നെ കേൾക്കാണ്ടിരിക്കുമോ? പൊങ്കലിന് കച്ചവടമൊക്കെ ഭയങ്കര ഡള്ളാണ്, കച്ചവടം കുറവായിരിക്കും എന്ന് പറയുന്നത്. അത് കേൾക്കുമ്പോൾ രവിയേട്ടനും സച്ചിയൊക്കെ മൊത്തത്തിൽ ഞെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയച്ഛൻ്റെ കയ്യിൽ നിന്ന് പോയിന്ന് ചെറിയച്ഛൻ മനസ്സിലാക്കുമ്പോൾ ചെറിയച്ഛൻ പറയുന്നത്, അതേ ശ്രുതി നല്ല ആക്ടറാണ്, നല്ല കഴിവുള്ള ആളാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സച്ചി ഇന്ന് തലയിട്ടിട്ട് ഇവളെ അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് സംശയം തോന്നിയിട്ട് കുറച്ച് നാളായി എന്ന് സച്ചി ഒരു കുത്തുവാക്കോട് കൂടി പറയുമ്പോൾ ശ്രുതിക്ക് നല്ല രീതിയിൽ അത് കൊണ്ടുട്ടോ. പിന്നീട് നമ്മുടെ പൊങ്കലിന് അടുപ്പ് കത്തിക്കുന്ന ഒരു ചടങ്ങാണ്. അടുപ്പ് കത്തിക്കുന്ന സമയത്ത് ബാക്കി ആരെ അടുപ്പൊന്നും അങ്ങനെ കത്തണമെന്നില്ല. രേവതിയുടെ അടുപ്പാണെങ്കിൽ പെട്ടെന്ന് കത്തുന്നുണ്ട്. ശ്രുതിയും വർഷയാവട്ടെ കുഴലുകൊണ്ട് മാക്സിമം ഊതി ഊതി നോക്കുന്നുണ്ട്, അടുപ്പൊന്നും കത്തണമെന്നില്ല. അപ്പോൾ നമ്മുടെ അച്ചമ്മ പറയാൻ കേട്ടോ, കുറേ വിദ്യാഭ്യാസം പഠിപ്പുണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. രേവതിയെ കണ്ടു പഠിക്കുന്ന അവിടെയും പറയാൻ കേട്ടോ. അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമ്മുടെ ശ്രുതിക്കും വർഷയ്ക്കൊന്നും തീരെ അങ്ങോട്ട് ഇഷ്ടമാവണില്ല. പിന്നീട് എല്ലാവരും വളരെയധികം സന്തോഷത്തോട് കൂടിയിട്ട് പൊങ്കാല അടുപ്പിലേക്ക് അരിയൊക്കെ എടുത്ത് ഇടുകയാണ്. അങ്ങനെ ഹാപ്പി ആയിട്ട് ആ പൊങ്കാല അവർ ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കണൊക്കെ ഉണ്ട്.